തീരില്ല. എന്ന് വെച്ചാൽ ഇതൊരു എന്താ പറയുക, ശരിക്കും തൃശ്ശൂർ ഒരു വെടിക്കെട്ട് പോലെയായിരുന്നു വിനോദ്ജി. ശരിക്കും അദ്ദേഹം പറഞ്ഞത് വളരെ ശരിയാണ്, പറയാനൊന്നുമില്ല. കാരണം ഒരു സിനിമയുടെ ഫ്രെയിം ടു ഫ്രെയിം, തുടക്കം തൊട്ട് അവസാനം വരെ അതിൻ്റെ പശ്ചാത്തലം, എല്ലാ കാര്യങ്ങളും നമുക്ക് എന്താ പറയുക, ഒരു സിനിമ കാണുന്ന പ്രതീതി തന്നെ സൃഷ്ടിച്ചുകൊണ്ടാണ് വിനോദ്ജി ഷോലനെ കുറിച്ച് പറഞ്ഞത്. അപ്പോൾ ഈ വേറെ രണ്ടാമതൊരാൾക്ക് സംസാരിക്കാനില്ല. കാരണം അതിൻ്റെ എല്ലാ കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു എന്നുള്ളതാണ്. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളൊരു പ്രത്യേകത, സാധാരണ ഇന്ത്യൻ സിനിമയിലെ ഒരു 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 ക്ലാസിക് ആയിട്ടാണ് ഇന്നും ഷോല അറിയപ്പെടുന്നത്. ഒരിക്കലും നമ്മളുടെ സമാന്തര സിനിമ, അതായത് നമ്മൾ അവാർഡ് കൂടി കൊടുക്കുന്നത്, മികച്ച സിനിമയ്ക്കുള്ള അവാർഡ് കൊടുക്കുന്ന സിനിമകളുണ്ടല്ലോ, അത്തരം സിനിമയുടെ കാറ്റഗറിയപ്പെടുന്ന ഒരു സിനിമയായിരുന്നില്ല ഒരിക്കലും ഷോല. കാരണം ഷോല ഒരു പക്ക കമേഴ്ഷ്യൽ സിനിമയാണ്. പക്ഷേ ഒരു പക്ക കമേഴ്ഷ്യൽ സിനിമ എങ്ങനെ ഒരു ക്ലാസിക്കായി മാറി എന്നുള്ളതാണ് ഷോലെ നമ്മളെ ഇന്നും വിസ്മയിപ്പിക്കുന്ന ഏറ്റവും വലിയ കാര്യം. കാരണം ഒരു തരത്തിലും നമ്മൾ സാധാരണ സതീന്ദ്രനെ പട്ടേർ പാഞ്ചാലി തൊട്ടുള്ള സിനിമകളുടെ ഒരു ചരിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മികച്ച ദേശീയ പുരസ്കാരം നേടിയിട്ടുള്ള സിനിമകളൊന്നും ഈ ഒരു വഴിയിൽ കൂടെ സഞ്ചരിച്ച സിനിമകളല്ല. ഇത് ഒരു പക്ക കമേഴ്ഷ്യൽ സിനിമയാണ്. കാരണം പാട്ടുകൾ, സ്റ്റണ്ടുകൾ, കൊള്ളക്കാർ, ട്രെയിൻ ചേസ്, ഇങ്ങനെ ഉള്ള എല്ലാ ഒരു സാധാരണ പ്രേക്ഷകരെ രസിപ്പിക്കാനുള്ള എല്ലാ മസാലകളും കൂട്ടിച്ചേർത്ത ഒരു സിനിമയാണ്. എല്ലാം നേരത്തെ പറഞ്ഞ ആ പാട്ട്, മെഹബൂബ എന്നുള്ള ആ പാട്ട് പോലും പക്ക കമേഴ്ഷ്യലായിട്ട് ചിത്രീകരിച്ചിരിക്കുന്ന അങ്ങനത്തെ ഒരു പാട്ടുരംഗമായിരുന്നു. വളരെ ഓർക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അങ്ങനത്തെ ഒരു സിനിമ, ഒരു പക്ക കമേഴ്ഷ്യലായിട്ടുള്ള സിനിമ ഇന്ത്യൻ സിനിമയിലെ ലോക സിനിമയിലെ തന്നെ ഒരു ക്ലാസിക്കായിട്ട് മാറുന്ന ഒരു അപൂർവ കാഴ്ചയാണ് നമ്മൾ ഷോലയെക്കൂടെ നമുക്ക് ദർശിക്കാൻ കഴിയും. ഇനിയിപ്പോൾ ആ സിനിമയെക്കുറിച്ച് കൂടുതലൊന്നും പറയേണ്ട കാര്യമില്ല, വിനോദ്ജി പറഞ്ഞു കഴിഞ്ഞു. എനിക്ക് ഒരു ചെറിയ ഓർമ്മയുള്ളത്, ഞാൻ വിശാഖപട്ടണത്തിൽ ചെന്നിട്ട് ആദ്യമായിട്ടൊരു 70mm ഒരു സിനിമ കാണുന്നത് ഷോലയാണ്. അപ്പോൾ അതുവരേക്കും നമ്മുടെ നാട്ടിൽ ചെറിയ ഓലം തിയേറ്ററിൽ മാത്രമേ ഈ സിനിമ കണ്ടിട്ടുള്ളൂ. തൃശ്ശൂർ ആകണം ഓപ്പൺ ആയിരുന്നു. പക്ഷേ എൻ്റെ നാട്ടിൽ നിന്ന് തൃശ്ശൂർ വന്ന് സിനിമ കാണുന്നു അന്നത്തെ 15-16 വയസ്സുള്ള അല്ലെങ്കിൽ വീട്ടിലായിരുന്നു. അപ്പോൾ 17 വയസ്സിലാണ് ഞാൻ വിശാഖപട്ടണത്ത് പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ഷോലയാണ് 70mm കാണുന്ന ഒരു സിനിമ. അപ്പോൾ അതൊരു ഭയങ്കര അതിശയമായിരുന്നു. ഈ നേരത്തെ പറഞ്ഞ പോലെ സിനിമ അമിതാഭ് ബച്ചനെ അല്ല അംജദ് ഖാനെ കാണുമ്പോൾ തന്നെ ഹരിയോ ശാമ്പ എന്ന് പറഞ്ഞാൽ അതൊരു പൂവെടുത്തെറിയുന്നൊരു കാഴ്ച, അതൊന്നും നമ്മുടെ നാട്ടിൽ കണ്ടിട്ടില്ല. അല്ല ആൾക്കാർക്ക് പൂക്കോട്ട കൊണ്ട് വെച്ചിരിക്കുകയാണ് ഇതിൻ്റെ ഏറ്റവും മുമ്പിലിരിക്കുന്ന ആൾക്കാർ. ഇത് ഈ അംജദ് ഖാൻ സ്ക്രീനിൽ പ്രത്യക്ഷപ്പെടുന്ന സമയത്ത് അവർ ഡയലോഗ് പറഞ്ഞുകൊണ്ട് ഈ പൂക്കൾ എടുത്തിട്ടുണ്ടെങ്കിൽ നേരെ സ്ക്രീനിലേക്ക് അറിയാം. അങ്ങനത്തെ ഒരു നമ്മൾ മലയാളിക്കൊന്നും അങ്ങനെ, ഇപ്പം രജനീകാന്തിൻ്റെ ഒക്കെ സിനിമകളോ തമിഴ്നാട്ടിലൊക്കെ അങ്ങനത്തെ കാര്യങ്ങളുണ്ട്. പക്ഷെ അന്ന് ഞാനത് ആദ്യമായിട്ട് എനിക്ക് പൂക്കോട്ടയെ കൊണ്ടുവച്ചിട്ട് പൂവെടുത്തിട്ട് നായകന് അല്ല വില്ലന് വേണ്ടിയിട്ട്, അത് നായകന് വേണ്ടിയിട്ടല്ല, സിനിമയിൽ വില്ലനാണ് കഥാപാത്രം. ഈ വില്ലന് വേണ്ടി അറിയാതെ നായകൻ്റെ ഡയലോഗല്ല, വില്ലൻ്റെ ഡയലോഗ് പറയുമ്പോഴേക്കും ആൾക്കാർക്ക് ചാടി എത്തി കൈയടിച്ച് അങ്ങനെ എന്താ പറയുക, ഒരു ആഘോഷമായിട്ട് സിനിമ ആൾക്കാർ കാണുന്ന രീതി കണ്ടത് ഷോലയിൽ കൂടെയാണ്. പിന്നെ ഇതിലത്തെ നമ്മൾ പലരും അറിഞ്ഞ് നമുക്കറിയാം, ഹൈദരാബാദിലെ രാമോജി ഫിലിം സിറ്റി അറിയാം. സിനിമയുടെ എല്ലാ സാങ്കേതിക നിർമ്മാണ രംഗത്തെ എല്ലാ കാര്യങ്ങളും കാണിക്കുന്ന ഒരു സ്റ്റുഡിയോ ആണ് രാമോജി ഫിലിം സിറ്റി. അപ്പോൾ അവിടെ സിനിമ നിർമ്മിക്കുന്നതിൻ്റെ പല പല കഷ്ടങ്ങൾ കാണിക്കുന്നു. നമ്മൾ ആരെങ്കിലും ഇവിടെ രാമോജി ഫിലിം സിറ്റി പോയിട്ടുണ്ടെങ്കിൽ കണ്ടിട്ടുണ്ടായിരിക്കും. അവിടെ പല പല കഷ്ടങ്ങൾ കാണിക്കുന്നുണ്ടാവും, എങ്ങനെയാണ് സിനിമ അല്ലെങ്കിൽ ഓരോ ചിത്രീകരണ രീതി എങ്ങനെയാണെന്നോ. അപ്പോൾ അതിൽ ഒരു സിനിമയിലത്തെ ഒരു അല്ലെങ്കിൽ ഒരു കാർ ചേസിങ് അല്ലെങ്കിൽ ഒരു അങ്ങനത്തെ ഒരു എന്തെങ്കിലും ഒരു ചേസിങ് ഒക്കെ എങ്ങനെയായിരിക്കും ചിത്രീകരിക്കാൻ നമ്മൾ കാണിക്കുന്നത് ഷോലയിലെ ഒരു സീനാണ്. അതായത് വസന്തിയായിട്ട് ഉണ്ടെന്നുണ്ട് അല്ലേ, ഒരു വണ്ടിയിൽ കുതിരവണ്ടി ചേസിങ് ഉണ്ടല്ലോ, വസന്തി ഓടിച്ചോണ്ട് ഭയങ്കര ഒരു ചേസിങ് ഉണ്ടല്ലോ. അതെ 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 അതെ. അപ്പൊ ആ ചേസിങ് ഭയങ്കര, നമുക്ക് സിനിമയിൽ കാണുന്നതും ആ രണ്ട് സ്ക്രീൻ അപ്പുറത്ത് പോലും വയ്ക്കും. ഒന്ന് ഒറിജിനൽ ഷൂട്ട് ചെയ്ത രീതി എങ്ങനെയാണ് അതിന്റെ ഗ്രൂപ്പായിട്ടുള്ള രേഷ്മ പത്താൻ എന്ന സ്ത്രീയാണ്. അന്ന് ബോളിവുഡിൽ ഒരേ ഒരു സ്റ്റണ്ട് വനിതയുള്ളൂ, രേഷ്മ പത്താനാണ് എംപയ്ക്ക് വേണ്ടി ആ വണ്ടി കൊടുത്തത്. അപ്പൊ അതൊന്നും എനിക്കറിയില്ല, ഞാൻ ഈ ഇത് കണ്ടത് മാത്രമാണ് ഓർക്കുന്നത്. അപ്പൊ ഒരു സീനിൽ നമുക്ക് ഇപ്പുറത്ത് ആ ഒറിജിനൽ സീൻ കാണിക്കും രാമോജി ഫിലിം സിറ്റിയിൽ, മറ്റേത് ചിത്രീകരിക്കുന്ന രീതി അത് എങ്ങനെയാണ് ചിത്രീകരിച്ചത്. അപ്പോഴാണ് നമ്മൾ ഈ സിനിമ എന്തൊരു
ഒരു നമ്മളെ എന്തുമാത്രം വിട്ടികളാക്കുന്ന ഒരു കലയാണ് എന്ന് നമുക്ക് മനസ്സിലാകുന്നത് ഈ രണ്ട് സിനിമ. ഇപ്പം അടുത്തിടെ നമ്മുടെ ഈ അവതാറിന്റെ ഒരു ഇതുപോലത്തെ ഒരു ഫ്രെയിം അതുവരെയ്ക്ക് നമുക്കറിയില്ല സിനിമ നമ്മളെ എത്രമാത്രം വിഡ്ഢികളാക്കുന്നു. നമ്മൾ കാണുന്നത് എന്താണ്, അവർ ചിത്രീകരിക്കുന്നത് എന്താണ്. ഈ രണ്ടും ഭയങ്കര വ്യത്യാസങ്ങൾ കാണിക്കുന്ന ഹൈദരാബാദ് രാംകോജി ഫിലിംസിൻ്റെ ഈ വസന്തി ഈ കുതിരവണ്ടി ഓടിക്കുന്ന ഒരു വലിയൊരു രംഗം ഇങ്ങനെ ഒക്കെ പ്രത്യേകം കാണിക്കുന്നു. പിന്നെ എനിക്കുള്ളൊരു അനുഭവം കൂടെ പറഞ്ഞുതരാം. ഇതിലെ അംജദ് ഖാനെ ജീവിതത്തിൽ ഒരിക്കലും നേരിട്ട് കാണാൻ പറ്റും. അതൊരു വലിയ സന്തോഷമുള്ള കാര്യമാണ്. കാരണം ഞാൻ വിശാഖപട്ടണത്തുള്ള സമയത്ത് അപ്പുറത്തൊരു കടലിൽ ഒരു ഒരു ഹിന്ദി പടത്തിൻ്റെ ഷൂട്ടിങ്ങിന് വേണ്ടി അംജദ് ഖാനും പിന്നെ മറ്റോരോ നടന്മാരൊക്കെ ഉണ്ടായിട്ട് വന്നു. അപ്പോൾ പ്രൊഡ്യൂസറുടെ ആ ഒരു തെലുങ്ക് തന്നെയായിരുന്നു എൻ്റെ പ്രൊഡ്യൂസർ എന്നാണ് എൻ്റെ അറിയാം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൻ്റെ കല്യാണം ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്കൊരു ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി പുള്ളി ഒരു മോതിരം വാങ്ങാൻ വേണ്ടി തൊട്ടടുത്ത് എൻ്റെ സ്ഥാപനത്തിൻ്റെ തൊട്ടടുത്ത് ജ്വല്ലറി ഉണ്ടായിരുന്നു. ആ ജ്വല്ലറി വന്നിരുന്നു. അപ്പോൾ ജ്വല്ലറി സെയിൽസ്മാൻ അപ്പോൾ അതിനകത്ത് എന്നോട് പറഞ്ഞു അവിടെ നമ്മുടെ കടയിൽ അംജദ് ഖാൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഉടനെ തന്നെ ഞാനും ഓടിച്ചെല്ലാണ് കാണാൻ വേണ്ടി. ഞാൻ അംജദ് ഖാനെ കാണാമെന്ന് വെച്ചാൽ അതൊരു വലിയ അതിശയമുള്ളൊരു കാര്യമാണ്. അപ്പോൾ ചെന്നപ്പോൾ നല്ല വെളുത്ത് തുടുത്ത് നല്ല ഒരു സുന്ദര കൊണ്ടപ്പായിട്ടൊരു വ്യക്തി അവിടെ ഇരിക്കുന്നു. ചെന്നു അപ്പോൾ ആരുമില്ല, കാരണം ആരാരെന്ന് അറിഞ്ഞിട്ടൊന്നുമില്ല ഇങ്ങനെ അംജദ് ഖാൻ വന്നിരിക്കുന്നൊന്നും. അപ്പോൾ അദ്ദേഹത്തെ ചെന്ന് കണ്ടു. അദ്ദേഹത്തിന് ഷൈക്കിന് കൊടുക്കാൻ പറ്റി. ഒരു മഹാഭാഗ്യം. എപ്പോഴും തന്നെ ഒരു 40 വർഷം മുമ്പത്തെ കാലത്താണത്. അപ്പോൾ അങ്ങനെ കൂടെ ഒരു ചെറിയ ഭാഗ്യം അദ്ദേഹത്തിന് നേരിൽ കാണാൻ അദ്ദേഹത്തിന് ഒരു കൈ കൊടുക്കാനും പറ്റിയെന്നുള്ളത് ഒരു വലിയ ഒരു സന്തോഷം നിറഞ്ഞ ഒരു. ഈ സിനിമയിലെ പാട്ടുകളെ കുറിച്ചാണ് പറയാൻ പറ്റുന്നത്. സത്യം പറഞ്ഞാൽ ഹിന്ദി സിനിമയിലെ പാട്ടുകൾ ആരെല്ലാം എഴുതിയിരുന്നോ ആദ്യം പറഞ്ഞ സംഗീതം കൊടുക്കുന്നു അല്ലേ, ആനന്ദബക്ഷാണ്. അപ്പോൾ ആ കാര്യങ്ങളൊന്നും വ്യക്തമായിട്ടുള്ള ഓർമ്മയില്ല. കാരണം 50 വർഷം മുമ്പാണ് ഈ സിനിമ കണ്ടത്. 76 സിനിമ ഉള്ളത്. അപ്പോൾ ഈ 49 വർഷം മുമ്പ് കണ്ട സിനിമയാണ്. അതിൻ്റെ പാട്ടുകളെ കുറിച്ച് നമ്മൾ മലയാള സിനിമയുടെ പാട്ടുകൾ എഴുതുന്നതായിരിക്കില്ലേ ഹിന്ദി സിനിമ അവഗണിച്ചെന്ന് പറയാൻ പറ്റില്ല, മനഃപൂർവ്വമായിരിക്കില്ല, അങ്ങനെ സംഭവിച്ചിട്ടില്ല. അപ്പോൾ ഇതാണ് ഷോയെ കുറിച്ചിട്ടുള്ള ഒരു ചെറിയ നല്ല ഓർമ്മകൾ. അപ്പോൾ ഇനി നമുക്ക് ആദ്യത്തെ പാട്ടുകൾക്ക് കൂടെ കേൾക്കാതെ ജോസാണ് വന്നില്ല, ജോസേട്ടൻ വന്നില്ല. അപ്പോൾ ഓക്കെ, ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, മറ്റൊരു സംസാരത്തിലേക്ക് എത്താം. ഓക്കെ.